നമ്മുടെ രബിൻ വർക്കി കോൺഗ്രസ് കൊണ്ടുവന്നതാണ് ഈ പരിഷ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ശ്രീ ശങ്കുട്ടിദാസിനോട് ചോദിക്കുകയും ചെയ്തു, അങ്ങനെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അധികാര പരിധിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സമവായത്തിലൂടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയത്തിലൂടെ സമഭാവനയിലൂടെയൊക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനപ്പുറത്തേക്ക് ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ 60% ഫണ്ട് സംഭാവന ചെയ്യുന്നു എന്നുള്ളതാണോ അതിൽ പ്രതിഫലിക്കുക? ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം PM ശ്രീ പദ്ധതി അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് PM ശ്രീ പദ്ധതി വഴിയുള്ള ഇത്ര വലിയ ഫണ്ടിങ് നടത്തുന്നത്. ഇനി PM ശ്രീ പദ്ധതി നമ്മൾ അവലംബിച്ചില്ലെങ്കിലുള്ള പ്രശ്നം, ഇപ്പോൾ തന്നെ ഇവിടെ ഫണ്ടുകൾ ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് SSAയുടെ ഫണ്ടാണ് ലഭിക്കാനുള്ളത്. PM ശ്രീ പദ്ധതിയിൽ MOU സൈൻ ചെയ്യാത്തത് കാരണമാണ് SSAയുടെ ഫണ്ട് ലാഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറയുന്നതോ ആയ സാഹചര്യം ഉണ്ടായത്. നമ്മുടെ ഫ്രീ എഡ്യൂക്കേഷൻ പോളിസി, ആ പോളിസി അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. രണ്ട്, ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ തുടങ്ങിയത് എന്തോ വലിയ അബദ്ധമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഞങ്ങൾ 2 കുട്ടികളുടെ ഒരു ദൈന്യത സത്യത്തിൽ അന്ന് ഈ നയമാറ്റം ഉണ്ടായത്. ഒരു കുട്ടി വീണ വിജയനായിരുന്നു. കാരണം ഒരു സ്വാശ്രയ കോളേജ് കിട്ടാത്ത കാരണം കോയമ്പത്തൂരിൽ പോയി ക്യാപിറ്റേഷൻ കൊടുത്ത് പഠിക്കേണ്ട ഒരു ഗതികേട് ആ കുട്ടിക്കുണ്ടായി. രണ്ടാമതൊരു കുട്ടി വിവേക് വിജയനായിരുന്നു. ആ കുട്ടിക്ക് ഇവിടെ പഠിക്കാൻ പറ്റാതെ വിദേശത്ത് പോയി 75 ലക്ഷം രൂപ കൊടുത്ത് ലണ്ടനിൽ പോയി പഠിക്കേണ്ട ഗതികേട് വന്നു. അതുകൊണ്ടാണ് സത്യത്തിൽ ശ്രീ AK ആൻ്റണിയുടെ സർക്കാർ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ തുടങ്ങി ഇവിടുത്തെ സാധാരണപ്പെട്ട കുട്ടികൾക്കും ഈ നാട്ടിൽ തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. ആ അവസരം ഉണ്ടാക്കി കൊടുത്തുവെന്ന് മാത്രമല്ല, 2002 2:1 എന്ന റേഷ്യോയിൽ തുടങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജ് 2006 ഇടതുപക്ഷ സർക്കാർ വന്നപ്പോഴാണ്, ബഹുമാനപ്പെട്ട ശ്രീ ജയരാജന് ഓർമ്മയുണ്ടെങ്കിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊടുത്തത് ആ സർക്കാരാണ്. ആ കൊടുത്ത എഞ്ചിനീയറിംഗ് കോളേജുകൾ മുഴുവൻ പൂട്ടി ഇന്നവിടെ ഗോഡൗൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതും ശ്രീ ജയരാജൻ അറിയാം. അതുകൊണ്ട് പഴയ ചരിത്രമൊന്നും അധികം ഓർമ്മിപ്പിക്കാതിരിക്കുകയോ അതിൽ കൂടുതൽ ഓഡിറ്റിംഗ് നടത്താതിരിക്കുകയായിരിക്കും ഉത്തമം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി 2, എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കോൺഗ്രസ് അവലംബിച്ച രീതി? ഇപ്പോൾ കർണാടക സർക്കാർ 2023 കോൺഗ്രസിൻ്റെ സർക്കാർ വരുന്നത്. അതിനു മുമ്പ് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യമായി നടപ്പിലാക്കിയ PM ശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം അത് കർണാടകയായിരുന്നു. പക്ഷേ ശ്രീ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ മാറ്റി, അത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള ആളുകൾ അന്ന് ഇന്ത്യയിൽ നടത്തിയ വലിയ പ്രസ്താവനയുണ്ട്. ശ്രീ സിദ്ധരാമയ്യയോട് പറഞ്ഞത്, ഇത് കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നതാണ്, നിങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞത്. അന്ന് കർണാടക സർക്കാർ അവലംബിച്ച രീതി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നയമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനിടയായ സാഹചര്യം ഞാൻ ആദ്യം വിശദീകരിച്ചു. അതായത് പ്രഷർ ചെയ്യുന്നതാണ്. SSA ഫണ്ടുകൾ ലാഗ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ SSA ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവേണ്ട പുരോഗതിയെ അതിനെ കുറയ്ക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് PM ശ്രീ പദ്ധതി. പക്ഷേ ഇതിൻ്റെ ഏറ്റവും കാതലായ പ്രശ്നം ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ആ നയം കർണാടക നടപ്പിലാക്കിയിട്ടില്ല, ആ നയം തെലുങ്കാന നടപ്പിലാക്കിയിട്ടില്ല, ആ നയം അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ തെലുങ്കാനയിൽ തന്നെ പുതിയ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള പുതിയ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, താങ്കൾ ഇവിടെ BJPയുടെ കേരളവും നടപ്പിലാക്കിയിട്ടില്ല, അവിടെ നടപ്പിലാക്കിയതുപോലെ തന്നെ ഇവിടെ നടപ്പിലാക്കാൻ പ്ലാൻ ഇടുന്നു. ഞാൻ പറഞ്ഞത് ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിലുള്ള ഈ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായമാണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം ആ പാടെ തന്നെ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് ശക്തമായ പ്രതിരോധം രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതാണ് കോൺഗ്രസിൻ്റെ അന്നത്തെയും നിലപാട്, ഇന്നത്തെയും നിലപാട് അത് തന്നെയാണ്. കർണാടക അത് നടപ്പിലാക്കിയില്ല. ഉണ്ടായിരുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ എടുത്ത തീരുമാനം ക്യാൻസൽ ചെയ്ത് പുതിയ വിദ്യാഭ്യാസ നയമാണ് അവിടെ നടപ്പിലാക്കുന്നത്. തെലുങ്കാനയിലും അങ്ങനെ തന്നെ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സംസ്ഥാന സർക്കാർ അപ്പാടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ 3 കാര്യങ്ങളുണ്ടാവും. 1, കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ രീതിയിലേക്ക് സംസ്ഥാനം പോകും. 2, കച്ചവടവൽക്കരണത്തിന് വഴിയൊരുക്കും. 3, തെറ്റായ ചരിത്രങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വർഗീയമായ സിലബസുകൾ ഈ നാട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ കൃത്യമായ മറുപടി സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇപ്പോൾ ASFൻ്റെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നത് പോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം അപ്പാടെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഇവിടെ തീരുമാനിച്ചാൽ ശക്തമായ പ്രതിഷേധമുണ്ടാവും, പ്രതിരോധമുണ്ടാകും. അതിൽ കോൺഗ്രസ് ഉണ്ടാവും മുമ്പിൽ, ASF ഉണ്ടെങ്കിൽ ASFും കോൺഗ്രസുമായി ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ KSUമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അത് എതിർക്കാൻ ഞങ്ങൾ തയ്യാറാണ്.